ഇതെന്ന് പറയുന്നത് നമ്മുടെ നാടല്ല. ആ ഒരു തോട്ട് എപ്പോഴും നമ്മുടെ മൈൻഡിലുണ്ട്. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് ഇത് ഇവരുടെ കൺട്രിയാണ്. സോ നമ്മൾ പുറത്തുനിന്ന് വരുമ്പോൾ നമ്മളെപ്പോഴും ഒരു ഫോറിനർ തന്നെയാണ്. നമ്മൾ ഏത് പൊസിഷൻ എത്തിയാലും. അയർലൻഡിലെ റെന്റ് റേറ്റ്സ് റീസണബിൾ ആണ്. No. ഓരോ ഇയർ കഴിയും തോറും റെന്റ് കൂടുന്നല്ലാതെ എവിടെയും കുറയത്തില്ല. Do Irish colleges really care about our students' mental health, or is it just in papers? Housing prices in Ireland, അത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണോ? യെസ്. Hi, it's me, Alina, and on FrameX Studios, joining here on F Talks, Irish Life 101. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോട് അയർലൻഡിലെ അക്കോമഡേഷനെ ബേസ് ചെയ്തും അതുപോലെ സോഷ്യൽ കെയർ വർക്കിനെ കുറിച്ചും ആൻഡ് ഓൾസോ അബൌട്ട് മെൻ്റൽ ഹെൽത്ത് ഓഫ് സ്റ്റുഡൻസ് ഇൻ അയർലൻഡിനെ കുറിച്ചും സംസാരിക്കാനായി വന്നിരിക്കുന്നത് നിതയാണ്. ഷീ ഹാഡ് കംപ്ലീറ്റഡ് ഹെർ ട്രിപ്പിൾ മേജർ ഡിഗ്രീസ് ഇൻ ജേർണലിസം, ഇംഗ്ലീഷ് ആൻഡ് സൈക്കോളജി, ആൻഡ് ഓൾസോ അത് കഴിഞ്ഞ് ഇവിടെ അയർലൻഡിൽ വന്ന് മാസ്റ്റേഴ്സും ചെയ്ത് കറൻ്റ്ലി ഒരു സോഷ്യൽ കെയർ വർക്കറായിട്ട് ജോബ് ചെയ്യുന്ന ആളാണ്. സോ നിത, വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ്. താങ്ക്സ് വെരി മച്ച് അലീന. അയർലൻഡിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് മെൻ്റൽ ഹെൽത്ത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? മെൻ്റൽ ഹെൽത്ത് ഒരു മെയിൻ ഫാക്ടേഴ്സാണ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം. ഫസ്റ്റ് ഓഫ് ഓൾ എസ്പെഷ്യലി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ വേറൊരു കൺട്രിയിൽ ആദ്യമായിട്ട് വരികയാണ്. അവിടുത്തെ കൾച്ചർ ഡിഫറെൻ്റ് ഉണ്ട്, പിന്നെ വെതർ വേറെയാണ്. നമുക്ക് നാട്ടിലെ പോലെ അധികം ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാവില്ല. എല്ലാം ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ്. ഇപ്പം വർക്കും ജോബും ഒരുമിച്ച് നമ്മൾ ചെയ്യുന്നത് വേറൊരു കൺട്രിയിൽ വന്നിട്ടാണ്. ഇന്ത്യൻ കൾച്ചർ അങ്ങനെയല്ല. നമ്മൾ പഠിക്കുകയാണെങ്കിൽ സോൺലി നമ്മൾ സ്റ്റഡീസ് മാത്രമായിരിക്കും, ആഫ്റ്റർ സ്റ്റഡീസ് ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ വർക്കും സ്റ്റഡിയും ഒരുമിച്ച് കൊണ്ടുപോകണം. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പം ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് വേറെ ഫ്രണ്ട്സൊന്നും ഇല്ലായിരുന്നു. എൻ്റെ ഫ്രണ്ട്സെല്ലാം ഞാൻ ഇവിടെ വന്ന് ബിൽഡ് ചെയ്തതാണ്. എനിക്ക് അറിയാവുന്ന എൻ്റെ നാട്ടിൽ നിന്ന് വന്ന ആരും ഇല്ലായിരുന്നു, ഞാൻ മാത്രമായിരുന്നു വന്നത്. സോ നമ്മളൊരു ലോൺലിനെസ് ആ ഫേസിൽ കൂടെ കടന്നു പോകണം. ഡെഫിനറ്റ്ലി നമ്മൾ ആ ഒരു ലോൺലി ഫേസിൽ കൂടെ നമ്മൾ എന്ത് അച്ചീവ് ചെയ്താലും നമ്മളുടെ ഹാർഡ് വർക്ക് ത്രൂ അല്ലെങ്കിൽ നമ്മൾ കോമ്പറ്റീഷൻ ചെയ്ത് നമ്മൾ അച്ചീവ് ചെയ്തെടുത്ത കാര്യങ്ങളാണ്. അപ്പം ആ സമയത്ത് മെൻ്റൽ ഹെൽത്ത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ്. നമ്മൾ ഭയങ്കര ലോൺലി ആവും, നമ്മൾ ഭയങ്കര ഡൗൺ ആവും. ഇപ്പം നമ്മൾ വീട്ടിൽ പാരൻസിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ വിളിച്ച് സംസാരിക്കണമെങ്കിലും ടൈം ഡിഫറൻസ് ഉണ്ട്. ഇപ്പം വിൻ്റർ ടൈമിലൊക്കെ ആണെങ്കിൽ 5.5 hours ഡിഫറൻസ് ഉണ്ട്. സോ നമ്മൾ ലോൺലി ആകുമ്പോൾ നമ്മൾ വിളിക്കേണ്ട ടൈമിൽ അവർക്ക് ചിലപ്പോൾ പാതിരാത്രി അല്ലെങ്കിൽ വെളുപ്പിനൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്കിവിടെ ഫ്രണ്ട്സ് ഇല്ലാത്ത സമയത്ത് നമുക്ക് ആരോടും വിളിച്ച് സംസാരിക്കാൻ പറ്റില്ല. സോ ആ സമയത്ത് നമുക്ക് നല്ലൊരു മെൻ്റൽ ഹെൽത്തും നമുക്ക് നല്ലൊരു വെൽബീയിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. Do Irish colleges really care about our students' mental health, or is it just in papers? അതെന്താ തോന്നുന്നത്? അതൊരു എന്താ പറയുക, നമുക്ക് യെസ് എന്നും പറയാൻ പറ്റില്ല, നോ എന്നും പറയാം. ഇറ്റ്സ് എ മിക്സ്ഡ് തിങ് ആണ്. കോളേജസ് നമ്മളുടെ വെൽബീയിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ അവർക്ക് ഹെൽപ്പ് ഡെസ്കുകളുണ്ട് ഓരോ കോളേജസ്. ഇപ്പം ഞാൻ പഠിച്ച കോളേജിൽ നമുക്ക് ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, സപ്പോർട്ടിങ് സിസ്റ്റംസ് ഉണ്ട്. അതാരും ഇങ്ങോട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മൾ ലോൺലി ആണോ, നമുക്ക് ഹെൽപ്പ് വേണോ എന്ന് ചോദിച്ച് ഇങ്ങോട്ട് നമ്മുടെ അടുത്ത് ആരും വരില്ല. ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ കുറേ ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരുന്നാൽ നമുക്ക് എൻ്റെ കോളേജിൽ, ഞാൻ നാട്ടിൽ പഠിച്ച കോളേജസിൽ എൻ്റെ പാരൻസിന് മെസ്സേജ് പോവും, ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല, എന്താണ് റീസൺസ്. ഇവിടെ അങ്ങനെയില്ല. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ വി ഹാവ് ടു ആസ്ക് ഫോർ ഹെൽപ്പ്. നമ്മൾ ആസ്ക് ചെയ്താൽ ദർ ആർ ഓപ്ഷൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അതല്ലാണ്ട് ഇങ്ങോട്ട് ഡയറക്റ്റായിട്ട് വന്ന് എന്തെങ്കിലും ഹെൽപ്പ് വേണോ, എന്തെങ്കിലും സംസാരിക്കണോ, വെൻ്റ് ഔട്ട് ചെയ്യണോ എന്ന് ചോദിച്ചാൽ ആരും വരത്തില്ല. നമ്മൾ തന്നെ പറയണം ഐ നീഡ് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ദർ ആർ സ്പേസസ് അവൈലബിൾ. അതെ. അയർലൻഡിൽ വന്നിട്ട് ഹോം സിക്നെസ്സും അതുപോലെ കൾച്ചറൽ ഷോക്കും ഒരുമിച്ച് വരുമ്പോൾ എങ്ങനെയാണ് സ്റ്റുഡൻസ് അത് അഡാപ്റ്റ് ചെയ്യുന്നത്? എന്തെങ്കിലും റിയൽ സ്റ്റോറീസ് ഉണ്ടോ? ഉണ്ട്. ബേസിക്കലി ഞാൻ എൻ്റെ ബാച്ചിലേഴ്സ് ചെയ്തത് ബാംഗ്ലൂരായിരുന്നു.
സോ ഞാൻ ആ ടൈമിൽ ഞാൻ വിചാരിച്ചത് ഓക്കെ ഞാൻ വേറൊരു കൺട്രിയിൽ പോയാൽ എനിക്ക് അത്ര ഹോം സിക്നെസ് വരത്തില്ല, ബിക്കോസ് ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് മാറിയാണല്ലോ ബാച്ചിലേഴ്സ് ചെയ്തത്. അപ്പോൾ അത്ര ഹോം സിക്നെസ് വരത്തില്ല, എനിക്ക് ക്വിക്ക്ലി സർവൈവ് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും എൻ്റെ പാരൻസ് ടീച്ചേഴ്സാണ്. സോ അങ്ങനെ നല്ല വെൽ ബീയിങ്ങിലാണ് ഞാൻ വന്നത്. സോ അപ്പം ഞാൻ വിചാരിച്ചത് എനിക്ക് പെട്ടെന്ന് കോപ്പ് ചെയ്യാൻ പറ്റും, ഇവിടുത്തെ കൾച്ചറായിട്ടാണെങ്കിലും വെതറായിട്ടാണെങ്കിലും എല്ലാം പെട്ടെന്ന് കോപ്പ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ. കാരണം ബാംഗ്ലൂരിലെ വെതറും നമ്മുടെ ഇന്ത്യൻ നാട്ടിലെ കേരളത്തിലെ വെതർ സംബന്ധിച്ചിടത്തോളം തണുപ്പ് കൂടുതലാണ്. അപ്പോൾ അവിടെ സർവൈവ് ചെയ്തു. സോ ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് വന്ന ഒരാളാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ടോട്ടലി ഡിഫറെൻറ്റ്. ഞാൻ വന്ന ടൈം എന്ന് പറഞ്ഞാൽ ജനുവരി പീക്ക് വിൻ്റർ ടൈമിലാണ് വന്നത്. സോ ഒരു 4 മണി 4:30 ആകുമ്പോഴത്തേക്കും കൂരിട്ടാവും. ഒരു 10 മണി കഴിഞ്ഞ് ഷോപ്സ് എല്ലാം ക്ലോസ്ഡ് ആവും. അത്ര ലൈവ്ലി ആയിട്ടുള്ള സ്ഥലമല്ല അയർലൻഡ്. ഷോപ്സ് എല്ലാം ക്ലോസ്ഡ് ആവും. നമ്മൾ ഭയങ്കര ലോൺലി ആവും. കൾച്ചറൽ ഷോക്സ് ഭയങ്കരമായിട്ട് ഫേസ് ചെയ്ത ഒരാളാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നമ്മൾ എത്ര മെൻ്റലി പ്രിപ്പയർ ചെയ്താലും ഭയങ്കര ഡ്രെയിൻ ഔട്ട് ആവുന്ന ഇൻസിഡൻസ് നമ്മുടെ ലൈഫിൽ വരും. ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഓക്കെ. അയർലൻഡിൽ നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഫ്രീ കൗൺസിലിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ട് സർവീസസ് അവൈലബിൾ ആണോ? ഫ്രീ കൗൺസിലിംഗ് കോളേജസിൽ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ഹെൽപ്പ് ഡെസ്കും കാര്യങ്ങളുണ്ടെന്നല്ലാണ്ട് നമുക്ക് അതിന് പുറമേ ഫ്രീ കൗൺസിലിങ്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. അത് ഇല്ല. എല്ലാത്തിനും ഇപ്പം ഫ്രീ കൗൺസിലിംഗ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു സൈക്കോളജിസ്റ്റ് ഉണ്ടാവും. സോ സൈക്കോളജിസ്റ്റിന് എന്തായാലും സാലറി പേയ്മെൻറ്റ് വേണം. അതൊന്നെങ്കിൽ ഗവൺമെൻറ് ഫണ്ടഡ് ആയിരിക്കണം അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിരിക്കണം. സോ ഫ്രീ ആയിട്ട് ആരും നമുക്ക് കൗൺസിലിംഗ് ചെയ്ത് തരില്ല. പിന്നെയും കോളേജസിൽ ഇപ്പോൾ സൈക്കോളജിസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അവർ കോളേജ് പേ ചെയ്യുന്ന അവരുടെ ജോബാണല്ലോ. സോ കോളേജസിൽ നിന്ന് മാത്രമേ ഞാൻ അങ്ങനെ ഹെൽപ്പ് ഡെസ്കും അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടിട്ടുള്ളൂ. അതിന് എക്സ്റ്റേണൽ ആയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കമ്പയർ ടു ലോക്കൽ സ്റ്റുഡൻസ് ഇൻ അയർലൻഡ്, ഇന്ത്യൻ സ്റ്റുഡൻസിന് എബ്രോഡ് ലൈഫ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണോ? അതെ, ഒരു എക്സ്റ്റെൻറ്റ് വരെ ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. ബിക്കോസ് ഇവിടുത്തെ ആൾക്കാർ അവർ ഓൾറെഡി ഇവിടുത്തെ കൾച്ചറായിട്ട് അഡാപ്റ്റ് ചെയ്ത് ഇവിടുത്തെ വെതറായിട്ട് അഡാപ്റ്റ് ചെയ്ത് വളർന്നു വന്ന ആൾക്കാരാണ്. ഇപ്പം സ്റ്റഡീസും ജോബും ഒരുമിച്ച് അത് ട്രെയിൻ ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇവിടുത്തെ ജോബ് മാർക്കറ്റ് എങ്ങനെയാണ്, ഇവിടെ ഏത് കോഴ്സാണ് പഠിക്കേണ്ടത്, ഏത് ജോലിയാണ് സ്കോപ്പുള്ളത്, ഇവിടുത്തെ ആൾക്കാരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, അതൊക്കെ ഒരു വലിയ ഫാക്ടേഴ്സാണ്. എങ്ങനെയാണ് നമ്മളൊരാളെ ഗ്രീറ്റ് ചെയ്യേണ്ടത്. നമ്മൾ നാട്ടിൽ നിന്ന് വന്നതിനേക്കാൾ ടോട്ടലി ഡിഫറെൻ്റാണ് ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ ആൾക്കാരും. അപ്പം അത് അഡാപ്റ്റ് ചെയ്യാനോ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെ നമുക്ക് കുറേ സമയമെടുക്കും. അതിൻ്റെ ഇടയിൽ നമുക്ക് ഗുഡ് ആൻഡ് ബാഡ് എക്സ്പീരിയൻസും ഉണ്ടാവും. നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്ക് നമ്മളെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടുള്ളൂ. സോ നാട്ടിൽ നിന്ന് അത് ഒരു ബേസിക്. ഇപ്പം നാട്ടിൽ നിന്ന് വേറൊരാൾ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോഴും നാട്ടിൽ നിന്ന് നമ്മൾ നിൽക്കുമ്പോഴും തമ്മിൽ ഡിഫറൻസ് ഉണ്ടല്ലോ. നമ്മുടെ നാട് ഇതെന്ന് പറയുന്നത് നമ്മുടെ നാടല്ല. ആ ഒരു തോട്ട് എപ്പോഴും നമ്മുടെ മൈൻഡിലുണ്ട്. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് ഇത് ഇവരുടെ കൺട്രിയാണ്. സോ നമ്മൾ പുറത്തുനിന്ന് വരുമ്പോൾ നമ്മളെപ്പോഴും ഒരു ഫോറിനർ തന്നെയാണ്. നമ്മൾ ഏത് പൊസിഷൻ എത്തിയാലും നമ്മളെ ഇവിടുത്തെ തുല്യരാന്ന് പറഞ്ഞാലും അവരുടെ കണ്ണിൽ നമ്മളെപ്പോഴും ഒരു ഫോറിനർ തന്നെയാണ്. അത് അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ലെങ്കിലും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. സോ അപ്പം എല്ലാ കാര്യത്തിലും നമുക്കൊരു പുതുമയാണ്. വെതർ ആയിക്കോട്ടെ, കൾച്ചർ ആയിക്കോട്ടെ, ഇവിടുത്തെ എല്ലാ സിസ്റ്റംസും നമുക്കൊരു പുതുമയാണ്. നമ്മളെ എത്ര അഡാപ്റ്റ് ചെയ്താലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളൊരു ഫോറിനർ തന്നെയാണ്. ഇവിടെ അയർലൻഡിൽ പിയർ സപ്പോർട്ട് ഗ്രൂപ്പ്സ് ആണോ അതോ പ്രൊഫഷണൽ തെറാപ്പീസ് ആണോ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്? അതെനിക്ക് തോന്നുന്നു രണ്ടും ഹെൽപ്ഫുള്ളാണ്. ഇപ്പം പിയർ സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന് പറയുമ്പം നമ്മൾ പഠിക്കാനാണ് ഇവിടെ വന്നതെങ്കിലും നമ്മൾ ഒന്നെങ്കിൽ നാട്ടിൽ നിന്ന് ലോൺ എടുത്ത് വരുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത ആൾക്കാരായിരിക്കും. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും, അത് വേറെ. അപ്പം നമുക്കൊരു പാർട്ട് ടൈം ജോബ് കണ്ടുപിടിക്കണമെങ്കിലോ നമുക്ക് പെട്ടെന്ന് അസൈൻമെൻറ്റ്സിൻ്റെ മെൻ്റൽ സ്ട്രഗിളും ഫ്രസ്ട്രേഷൻസൊക്കെ വരുന്ന സമയത്ത് നമ്മളൊരു എക്സ്പേർട്ടായിട്ടുള്ളൊരു തെറാപ്പിയേക്കാൾ നമുക്ക് ആവശ്യം വരുന്നത് പിയർ സപ്പോർട്ടിൻ്റെ ഹെൽപ്പാണ്. കാരണം ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനെ അറിയുള്ളൂ, അവർ എവിടെയാണ് ജോലി ചെയ്യുന്നത്, അവിടെ എന്നെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ. ഞാൻ ജോബ്ലെസ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ അതൊരു എക്സ്റ്റേണൽ കൗൺസിലേഴ്സിനോ
ഒരു സൈക്കാട്രിസ്റ്റിനോ നമ്മൾ അത്രയും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ചില സമയത്ത് നമുക്ക് വിൻ്ററൊക്കെ വരുമ്പോൾ അറിയാം, നമുക്ക് വിൻ്റർ ഡിപ്രഷൻ വരും. നമ്മൾ അതനുസരിച്ചുള്ള മെഡിസിനും കാര്യങ്ങളും വൈറ്റമിൻ ഡി അങ്ങനെയൊക്കെ എടുക്കണം. ആ സമയത്ത് നമ്മൾ അത്രയും ഡ്രെയിൻ ആയിട്ടിരിക്കുന്ന സമയത്ത് പിയർ സപ്പോർട്ട് ഗ്രൂപ്പിൻ്റെ ഇമ്പോർട്ടൻസ് അത് മാത്രം പോരാ. നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസും വേണം. നമ്മൾ എന്താ ഈ ഡൗൺ ആയിട്ടിരിക്കുന്നത്, നമുക്കറിയില്ല, നമുക്കിത് വിൻ്റർ ഡിപ്രഷനാണെന്ന് അറിയില്ല, നമ്മൾ എന്താ ഡൗൺ ആയിട്ടിരിക്കുന്നത്, നമ്മൾ എന്താ ആക്റ്റീവ് അല്ലാതിരിക്കുന്നത്, അത് പിയർ സപ്പോർട്ട് ഗ്രൂപ്പിനെ കൊണ്ട് അത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ മെയിനായിട്ടും ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ തന്നെ വേണം. സോ അപ്പോൾ അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ചില സമയത്ത് പിയർ സപ്പോർട്ട് ഗ്രൂപ്പ് ആയിരിക്കും, ചില സമയത്ത് എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സോ സൈക്കോളജിസ്റ്റോ അങ്ങനെ ആയിരിക്കും. ഇവിടെ അയർലൻഡിലെ യൂണിവേഴ്സിറ്റീസ് സ്റ്റുഡൻസിൻ്റെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടി എന്തൊക്കെ ഇനിഷ്യേറ്റീവ്സ് ആണ് എടുത്തിരിക്കുന്നത്? കുറേ അസോസിയേഷൻസ് ഉണ്ട്. ഇപ്പം എൻ്റെ കോളേജിലാണെങ്കിലും ഇന്ത്യൻ അസോസിയേഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓരോ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ട്. സോ നമ്മളെ ലൈവ്ലി ആക്കും. നമ്മൾ ഒരു ടൈമിൽ നമുക്ക് തോന്നും നമ്മൾ ഓക്കെ, നമ്മൾ സംതിങ് നമ്മുടെ നാട്ടിലെ കൾച്ചറും നമ്മുടെ വീട്ടിൽ അവർ അംഗീകരിക്കുന്നുണ്ട്, അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓണം ആയിക്കോട്ടെ, ക്രിസ്മസ് ഇസ് ത്രൂ ഔട്ട് ദ വേൾഡ് ഉള്ള ഓണം, ദസറ അങ്ങനത്തെ ഇന്ത്യൻ ഫെസ്റ്റിവൽസും ചില കോളേജസ് അവർ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അത് ഇന്ത്യൻ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഒരു എക്സ്റ്റെൻഡ് വരെ അത് ഭയങ്കര ഒരു സപ്പോർട്ടും ഒരു റിലീഫുമാണ്. ഓക്കെ, സംതിങ് നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളൊരു ഫീല് കിട്ടും. പിന്നെ അതുപോലെ ഈ ഹെൽപ്പ് ഡെസ്ക് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാം. സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ട്. സെക്ഷുവൽ വെൽബീയിങ്ങിൻ്റെ അസോസിയേഷൻസ്, അങ്ങനെ കുറേ അസോസിയേഷൻസും ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ട്. അതൊക്കെ ഇപ്പം ഗേൾസിൻ്റെ ടോയ്ലറ്റിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കും, നമുക്ക് കാണാൻ പറ്റും. നമ്മൾ എലവേറ്ററിൽ പോകും, കോളേജ് എലവേറ്റേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പം അതിനകത്തൊക്കെ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. അത് 24/7 ആണ്. അതെല്ലാ കോളേജസിലും ഉണ്ടെന്ന് അറിയില്ല, ഓൾമോസ്റ്റ് കോളേജസിലും ഉണ്ട്. അപ്പം നമുക്കത് കോണ്ടാക്ട് ചെയ്യാം. പിന്നെ ഇങ്ങനത്തെ അസോസിയേഷനിൽ നമുക്ക് ആക്റ്റീവ് ആവാം. ഇതൊക്കെയാണ് കോളേജിൽ നിന്നുള്ള ഇനിഷ്യേറ്റീവ്സ്. അതെ അതെ. സോ ഇവിടെ അയർലൻഡിൽ സ്റ്റുഡൻസിന് സ്റ്റഡി ലൈഫ് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതല്ലെങ്കിൽ ഈസ് ഇറ്റ് സ്റ്റിൽ കോൺസ്റ്റന്റ് ജഗിൾ ഫോർ ദം? അങ്ങനെ ചോദിച്ചാൽ ഇവിടെ എൻ്റെ കോഴ്സ് ആഴ്ചയിൽ നമുക്ക് നാട്ടിലെ പോലെ മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ മൺഡേ ടു സാറ്റർഡേ നമുക്ക് ക്ലാസ്സസ് ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു വെരി ഗുഡ് തിങ് ആണ്. പിന്നെ എല്ലാ ക്ലാസ്സസും നമുക്ക് കോളേജിൽ പോയി അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചില ക്ലാസ്സസ് നമുക്ക് ഓൺലൈൻ ആയിരിക്കും, ചില ക്ലാസ്സസ് മാത്രം നമുക്ക് കോളേജിൽ പോയി അറ്റൻഡ് ചെയ്താൽ മതി. അതുപോലെ എല്ലാ സബ്ജക്ട്സിനും എക്സാംസ് ഇല്ല. ചിലത് ഫുൾ നമ്മൾ അസൈൻമെൻറ്റ്സ് മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി, ഫുൾ നമ്മുടെ വർക്ക് മാത്രം നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മതി. അതനുസരിച്ച് നമ്മുടെ ഗ്രേഡിങ് ചെയ്ത് നമ്മൾ പാസ്സാവും. സോ നമ്മുടെ സ്റ്റഡി സിസ്റ്റം ഇസ് ടോട്ടലി ഡിഫറെൻറ്റ് കമ്പയറിങ് ടു ഇന്ത്യ ആൻഡ് അയർലൻഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആഴ്ചയിൽ 5 ദിവസം ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസം നമുക്ക് പാർട്ട് ടൈം വർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ബാക്കി അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു സ്റ്റഡി വർക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫിനും കൂടെ ഞാൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അയർലൻഡിലെ സ്റ്റഡി സിസ്റ്റമാണ് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. ഇവിടെ പഠിപ്പിക്കാൻ വരുന്നതോ ആയിക്കോട്ടെ, നമ്മുടെ ഇപ്പം സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആ ഫീൽഡിൽ ആ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ലെക്ചറേഴ്സ് ആയിട്ട് വരുന്നത്. സോ അവരുടെ കുറേ പേഴ്സണൽ എക്സ്പീരിയൻസ് അവർക്ക് ഷെയർ ചെയ്യാനുണ്ടാവും. അവർ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, അവർ വർക്ക് ചെയ്യുന്ന എവിടെയാണ്, അവിടെ ജോബ് വേക്കൻസീസ് ഉണ്ടോ, നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്, നമ്മുടെ റെസ്യൂമി ചെയ്യുമ്പോൾ നമ്മൾ ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അത് അപ്പാർട്ട് ഫ്രം അവർ സിലബസ് അവർ വേറെ കുറേ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ഡിസ്കസ് ചെയ്യും. സോ അതൊക്കെ നാട്ടിലെ കോളേജസിൽ എനിക്ക് അത്രയും തോന്നിയില്ല. കാരണം നാട്ടിൽ ഫുൾ പ്രൊഫസേഴ്സാണ്, പ്രോപ്പർ ലെക്ചറേഴ്സാണ്. അവർ ത്രൂ ഔട്ട് അവരുടെ എന്താ പറയുക പ്രൊഫഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് ആണ്. അപ്പോൾ അവർക്ക് വേറെ എക്സ്ട്രാ നോളജ്, ലാക്ക് ഓഫ് നോളജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഇവിടെ അതങ്ങനെയല്ല, വിച്ച് ഇസ് എ വെരി ഗുഡ് തിങ്. നമുക്കിനി അക്കോമഡേഷനിലോട്ട് വരുമ്പം അയർലൻഡിൽ അക്കോമഡേഷൻ സ്റ്റുഡൻസിന് അക്കോമഡേഷൻ കിട്ടുന്നത് ഒരു ടാസ്ക് ആണോ, ഓർ ഈസ് ഇറ്റ് ഈസി? It's not easy.
എസ്പെഷ്യലി അയർലൻഡ് അല്ല, ഡബ്ലിനാണ് ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റീസും കോളേജസും സ്റ്റുഡൻസ് എല്ലാം വരുന്നതും പബ്ലിക് ട്രാൻസ്പോർട്ട്സ് 24/7 ഉള്ളതും എല്ലാം ഡബ്ലിനിലാണ്. ഡബ്ലിനിൽ അക്കോമഡേഷൻ ഇസ് വെരി ഡിഫിക്കൾട്ട്. ബട്ട് വേറെ ഔട്ട്സ്കേർട്സിലോട്ട് പോയാൽ ഇന്നർ കൗണ്ടീസിലൊക്കെ പോയാൽ ഇപ്പോഴും സ്റ്റിൽ അക്കോമഡേഷൻ ഉണ്ട്. അവിടെയൊക്കെ ഇപ്പോഴും ആൾ താമസം ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന കുറേ കൗണ്ടി റീജിയൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ആസ് എ സ്റ്റുഡൻ്റ് ആയിട്ട് നോക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ കോളേജിന് അടുത്തുള്ള അക്കോമഡേഷനാണ് നമ്മൾ നോക്കുക. അത് കമ്പാരിറ്റീവ്ലി ഭയങ്കര ഹൈ റേറ്റാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ ട്രാൻസ്പോർട്ടേഷനൊക്കെ നോക്കുമ്പോൾ നമുക്ക് അക്കോമഡേഷൻ കിട്ടാൻ ഭയങ്കര പാടാണ്. കുറേ പേര് ഷെയർ ചെയ്ത് നിൽക്കേണ്ടി വരും. സോ അങ്ങനെ നോക്കുമ്പോൾ അക്കോമഡേഷൻ ഇസ് എ ഡിഫിക്കൾട്ട് തിങ്. അയർലൻഡിലേക്ക് വരുന്നതിന് മുൻപ് സ്റ്റുഡൻസ് അക്കോമഡേഷൻ റെഡിയാക്കാനായിട്ടുള്ള സ്മാർട്ടസ്റ്റ് വേസ് എന്തൊക്കെയാണ് ആൻഡ് സേഫസ്റ്റ് വൺസ് ടു? സേഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഓരോ ഏജൻസി ത്രൂ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഏജൻസി ത്രൂ തന്നെ ചില ഏജൻസീസ് നമുക്ക് അക്കോമഡേഷൻ ശരിയാക്കി തരും കോളേജിനടുത്ത്. അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഞാൻ വന്ന ഏജൻസി ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഓൾറെഡി ഉള്ള സ്റ്റുഡൻസ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേറെ സ്ഥലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പം അവർ പ്രീവിയസ്ലി നിന്ന സ്ഥലങ്ങളിലായിരിക്കും ഇടുന്നത്. അക്കോമഡേഷൻ അവൈലബിൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്കായിരിക്കും നമ്മുടെ ഏജൻസീസ് നമ്മളെ ഇടുന്നത്. സോ അത് ആക്ച്വലി ഒരു ഏജൻസി ത്രൂ തന്നെ നമ്മൾ അക്കോമഡേഷൻ തപ്പി വരുമ്പോൾ ലോങ് ടേം അല്ല, ജസ്റ്റ് ഫോർ ദ ടൈം ബീങ് നമുക്ക് ഈ കൺട്രി എന്താണെന്ന് അറിയാൻ ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ, ഇവിടുത്തെ നമുക്കൊരു ഫ്രണ്ട്സൊക്കെ ആയി ഒരു ഗ്രൂപ്പൊക്കെ ആവുന്നത് വരെ നമ്മൾ സേഫസ്റ്റ് വേ എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ഏത് ഏജൻസിയാണോ അവർ ത്രൂ തന്നെ അക്കോമഡേഷൻ സെറ്റാക്കുക. സോ പൈസ ഫണ്ടിങ് എല്ലാം അവർ ത്രൂ ആയിരിക്കും പോകുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് നാട്ടിൽ നിന്ന് നമ്മുടെ പാരൻസിനോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ നമ്മുടെ ഏജൻസി ഉണ്ടാവും. സോ ഇവർ ത്രൂ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. നമ്മൾ അല്ലാണ്ട് വേറെ ആർക്കെങ്കിലും പൈസ കൊടുത്താൽ അതിനൊരു പ്രൂഫും ഇല്ല, ഒരു എവിഡൻസും ഇല്ല. സോ ചീറ്റ് ചെയ്യാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. ചീറ്റിങ് പെട്ടവർ എനിക്കറിയാം, പേഴ്സണലി അറിയാം. സോ അത് നമ്മൾ ഭയങ്കര ബിവെയർ ആയിരിക്കണം. പിന്നെ ഉള്ളത് നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി റിലേറ്റീവ്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരോട് പറയാം, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരു അക്കോമഡേഷൻ കണ്ടുപിടിച്ച് തരുമോ, അല്ലെങ്കിൽ ഇങ്ങനെ വ്യൂയിങ് ഉണ്ടോ, ഒന്ന് പോയി നോക്കുമോ, അത് ഓക്കെ ആണോ. ബിക്കോസ് നമുക്ക് ഏതെങ്കിലും ഒരു അക്കോമഡേഷൻ കിട്ടിയാൽ പോരാ. എസ്പെഷ്യലി നമ്മൾ വിൻ്റർ ആയതുകൊണ്ട് നമുക്ക് നല്ല ഹീറ്റിംഗ് സിസ്റ്റം വേണം. നമുക്ക് ചുമ്മാ ഞാൻ പറയും ബാംഗ്ലൂരൊക്കെ നിന്ന പോലെ ചുമ്മാ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ബെഡിട്ട് നിലത്ത് കിടക്കാൻ ഇവിടെ പറ്റില്ല. കാരണം നല്ല അതെ പീക്ക് വിൻ്റർ ഇനി വരാൻ പോവാണ്. സോ നമുക്ക് നല്ല ഹീറ്റിംഗ് സിസ്റ്റം വേണം. നമുക്ക് വീട്ടിൽ ആവശ്യമായിട്ടുള്ള കെറ്റിൽ, ഇലക്ട്രിക് ഐറ്റംസ്, നല്ല ബാത്റൂം വാഷിംഗ് മെഷീൻ ഉണ്ടോ. കാരണം നമുക്ക് തുണിയൊന്നും അലക്കി നമ്മൾ നാട്ടിൽ ചെയ്യുന്ന പോലെ ചുമ്മാ അലക്കി ഇടാൻ പറ്റില്ല, അത് ഒരിക്കലും ഉണങ്ങില്ല. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ ഒന്നെങ്കിൽ ഏജൻസി ത്രൂ വരാം, അല്ലെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവരോട് ഇങ്ങനെ ഒന്ന് വ്യൂ ചെയ്ത് നോക്കുമോ, ഓക്കെ ആണോ, നല്ല സ്ഥലമാണോ നോക്കിയിട്ട് അങ്ങനെ നമുക്ക് പോവാം. റെൻറ്റ് എടുക്കുന്ന സമയത്ത്, ഒരു വീട് റെൻറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്യണോ? ഓർ വാട്ട് ഇഫ് യു ആർ നോട്ട് സൈനിങ് ദാറ്റ് കോൺട്രാക്ട്, ഈസ് ദെയർ എനി റിസ്ക്? റിസ്ക് ആയിട്ടൊന്നുമില്ല, ബട്ട് നമുക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മൾ കോൺട്രാക്റ്റ് എടുക്കുമ്പോൾ. ഞാൻ ആദ്യമായിട്ട് വന്ന സമയത്ത് ഞാൻ നിന്ന അക്കോമഡേഷൻ കോൺട്രാക്റ്റ് ഇല്ലായിരുന്നു. ബട്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന അക്കോമഡേഷനിൽ കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ സാലറിയിൽ നിന്ന് ഒരു ഹ്യൂജ് എമൗണ്ടാണ് ടാക്സ് പോകുന്നത്. ഇവിടെ അറിയാലോ അയർലൻഡിൽ ടാക്സ് ഭയങ്കര കൂടുതലാണ്. സോ അറ്റ് ദ ഇയർ എൻഡ് ഞാൻ ഇപ്പോൾ റെൻറ്റ് കൊടുക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും മെഡിക്കൽ എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട്, ഇതെല്ലാം എനിക്ക് തിരിച്ച് ക്ലെയിം ചെയ്യാൻ പറ്റും. സോ ഞാൻ കൊടുത്ത റെൻറ്റ് ഫുള്ളായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നല്ല, അതിലൊരു ഫിക്സഡ് എമൗണ്ട്, എനിക്ക് ഫിക്സഡ് എമൗണ്ട് അല്ല, ഒരു ഏകദേശം റേഷ്യോ എനിക്ക് തിരിച്ച് ക്ലെയിം ചെയ്യാൻ പറ്റും. അത് ക്ലെയിം ചെയ്യണമെങ്കിൽ എനിക്ക് പ്രോപ്പറായിട്ട് റെൻ്റൽ എഗ്രിമെൻറ്റ് വേണം. അത് ചുമ്മാ ഇപ്പം എൻ്റെ ഫ്രണ്ട് എനിക്കൊരു റെൻ്റൽ എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയാൽ പോരാ, പ്രോപ്പർ ലെറ്റിംഗ് ഏജൻസിയിൽ നിന്ന് റെൻ്റൽ എഗ്രിമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടും. സോ അതല്ലാണ്ട് നമ്മൾ സാധാ നിന്നാൽ വേറെ ഇപ്പം ഫാമിലീസിൻ്റെ കൂടെ ഒക്കെ നിൽക്കുമ്പം നമ്മൾ അവർക്ക് റെൻറ്റ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കതൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. ഇവിടെ അയർലൻഡിൽ പ്രൈവറ്റ് റൂംസ് ആണോ ഷെയർഡ് റൂംസ് ആണോ ഏറ്റവും ബെസ്റ്റ്, ഓർ ഹോസ്റ്റൽസ് ആണോ സ്റ്റുഡൻസിന് ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്യാനായിട്ട്? ഹോസ്റ്റൽസ് ആക്ച്വലി ഞാൻ അന്വേഷിച്ച സമയത്ത് ഹോസ്റ്റലിലെ റെൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്.
ബിക്കോസ് നമ്മൾ ഇന്ത്യൻ മണി ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇന്ത്യൻ മണി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയും പീക്കായിട്ടുള്ള എമൗണ്ട് ആണ്. ബിക്കോസ് ഇവിടെ വേറെ യൂറോപ്യൻ കൺട്രിയിൽ നിന്നുള്ള സ്റ്റുഡൻസ് വരുന്നുണ്ട്, വേറെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് വരുന്നുണ്ട്. സോ അവരുടെ ഡോളറും യൂറോ പൗണ്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ കറൻസി കുറവാണ്. സോ അവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ റുപ്പിയാണ് യൂറോനെക്കാളിലും കുറവ്. സോ ഇന്ത്യൻ റുപ്പി വെച്ച് നോക്കുന്ന സമയത്ത് അതൊരു വലിയ എമൗണ്ട് ആണ്, വിച്ച് നമുക്കൊരു പാർട്ട് ടൈം ജോബൊക്കെ കിട്ടുന്നവരെ നമ്മുടെ ഫാമിലി ആയിരിക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫാമിലിക്ക് ഒരിക്കലും അത്രയൊരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ളത് സിംഗിൾ റൂംസാണ്. സിംഗിൾ റൂംസും നമുക്കൊരു പാർട്ട് ടൈം ജോബൊക്കെ കിട്ടി നമ്മളെ കൊണ്ട് പേ ചെയ്യാൻ പറ്റുമ്പോൾ, കാരണം സിംഗിൾ റൂംസിനും റേറ്റ് നല്ല കൂടുതലാണ്, ഷെയർഡ് അക്കോമഡേഷനേക്കാളും സിംഗിൾ റൂംസിന് കൂടുതലാണ്. സോ അത്രയും എന്താ പറയുക, എനിക്ക് വേറെ ആളുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല, അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ. അത്രയും അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഞാൻ ഇവിടെ അങ്ങനെ സിംഗിൾ റൂംസിൽ നിൽക്കുന്ന കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും ഷെയർഡ് അക്കോമഡേഷൻ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ അങ്ങനെ എല്ലാവരും ഷെയർഡ് അക്കോമഡേഷനിൽ റെൻറ്റ് സ്പ്ലിറ്റ് ചെയ്ത്. അപ്പം നമുക്ക് അപ്പോഴും റെൻറ്റ് കൂടുതലാണ്, ബട്ട് അത്രയും കൂടുതലല്ല. ഹോസ്റ്റൽ ആൻഡ് സിംഗിൾ അക്കോമഡേഷനേക്കാളും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടും. അയർലൻഡിലെ റെന്റ് റേറ്റ്സ് റീസണബിൾ ആണോ? നോ. ഓരോ ഇയർ കഴിയും തോറും റെൻറ്റ് കൂടുന്നല്ലാതെ എവിടെയും കുറയത്തില്ല. എവ്രി ഇയർ ഇപ്പം നമ്മളൊരു അക്കോമഡേഷനിൽ നിന്നിട്ട് അവിടെ 1 ഇയർ ആയാൽ പോലും അവർ റെൻറ്റ് കൂട്ടും. അപ്ഡേറ്റ് ചെയ്തിട്ട് ഒരു ഫിക്സ്ഡ് എമൗണ്ട്, അല്ലെങ്കിൽ അവരുടെ ലെറ്റിംഗ് ഏജൻസിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം അവർ എമൗണ്ട് കൂട്ടുന്നല്ലാണ്ട് ഒരിക്കലും റെൻറ്റ് കുറയത്തില്ല. അത് ഓരോ ഇയർ, ഇപ്പോൾ ഇനി വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഓരോ ഇയർ കഴിയും തോറും റെൻറ്റ് കൂടുകയുള്ളൂ. അപ്പം നമുക്ക് ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഏകദേശം ഇത്രയാവുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ നിൽക്കുന്ന സിറ്റി അനുസരിച്ച്, നമ്മൾ സിറ്റിയുടെ മിഡിലാണ് നിൽക്കുന്നതെങ്കിൽ റെൻറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. സിറ്റിയിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണെങ്കിൽ റെൻറ്റ് കുറച്ച് കുറവായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നത് ഇൻസൈഡ് അപ്പാർട്ട് ഫ്രം ഡബ്ലിൻ വേറെ കൗണ്ടീസ്, ഞാൻ കൗണ്ടി സൈഡിലോട്ട്, കൺട്രി സൈഡിലോട്ട് മാറിക്കഴിഞ്ഞാൽ വേറെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒന്നും ഫ്രീക്വൻ്റ് ആയിട്ടില്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ റെൻറ്റ് കുറവിന് കിട്ടും. ബട്ട് ആ ഏരിയസിലും ഇയർ ബൈ ഇയർ റെൻറ്റ് കൂടും. ബട്ട് കമ്പയറിങ് ടു ഡബ്ലിൻ ആ ഏരിയാസ് കുറവാന്നേ ഉള്ളൂ. അയർലൻഡിൽ ഒരു സ്റ്റുഡൻറ്റ് വീട് റെൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സേഫ്റ്റിയാണ്. ഇപ്പം നമ്മുടെ കോളേജ് ചിലപ്പോൾ സിറ്റിയുടെ നടുക്കായിരിക്കും എന്ന് കരുതി നമ്മുടെ കോളേജിൻ്റെ അടുത്ത് തന്നെ സിറ്റിയോട് ചേർന്ന് നമ്മൾ വീടെടുക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ഡീമെറിറ്റ്സ് ഉണ്ടാവും. കാരണം പല തരത്തിലുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ ആ ഏരിയയിലുണ്ടാവും. ബിക്കോസ് അത് സിറ്റിയുടെ നടുക്കാണല്ലോ, പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും. എപ്പോഴും ഭയങ്കര റഷായിരിക്കും, എപ്പോഴും ലൈറ്റ്സും നമുക്കൊരു പേഴ്സണൽ സ്പേസോ, നമുക്കിപ്പോൾ സ്റ്റുഡൻസ് ആകുമ്പോൾ നമുക്ക് പഠിക്കാനൊന്നും പറ്റില്ല. ഫുൾ റോട്ടിൽ കൂടെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. പിന്നെ സേഫ്റ്റി ഇഷ്യൂസ് വരും, തെഫ്റ്റും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും സിറ്റീസിൻ്റെ അടുത്ത് നടക്കാൻ ചാൻസസ് കൂടുതലാണ്. രണ്ടാമത് വരുന്നത് ലൊക്കേഷൻ, നമ്മൾ വീടെടുക്കുന്ന ലൊക്കേഷൻ. നമ്മൾ സിറ്റിയോട് ചേർന്നും എടുക്കാൻ പാടില്ല, ബട്ട് ഒരുപാട് ദൂരെയും പോയി എടുക്കാൻ പാടില്ല. അപ്പം നമുക്ക് കോളേജിൽ വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുമല്ല ആ ലൊക്കേഷൻ്റെ അടുത്ത് നമുക്ക് ആക്സസബിൾ ആയിട്ടുള്ള ഗ്രോസറി ഷോപ്സും കൺവീനിയൻസ് സ്റ്റോഴ്സൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി വന്നാൽ ഹോസ്പിറ്റൽസൊക്കെ എത്ര ഡിസ്റ്റൻസിലാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. മൂന്നാമതായിട്ടുള്ളതാണ് ട്രാൻസ്പോർട്ടേഷൻ. ആസ് എ സ്റ്റുഡൻറ്റ് നമുക്ക് എന്തായാലും വരുന്ന സമയത്ത് ഇവിടെ വണ്ടി എടുക്കാനോ ലൈസൻസ് എടുക്കാനോ പറ്റില്ല, പ്രോപ്പർ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ. അപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ലോക്കൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കോളേജിൽ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് സ്പേസിലോട്ട് പോകാൻ, അല്ലെങ്കിൽ നമ്മുടെ നിൽക്കുന്ന ലൊക്കേഷനിൽ നിന്ന് സിറ്റിയിലോട്ട് പോകാൻ എത്ര ബസ് പോകണം, എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ബസ്സുണ്ട്, എത്ര ബസ് മാറി കയറണം, അതെല്ലാം നമ്മൾ നോക്കണം. റെൻ്റൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ റെൻ്റ് എത്ര വരും, ഏത് ലൊക്കേഷനിലാണ് ചീപ്പ് റെൻറ്റിൽ കിട്ടുക, അതൊക്കെ പിന്നെ നോക്കേണ്ട കാര്യങ്ങളാണ്. ഹൗസിംഗ് ക്രൈസിസ് ഇൻ അയർലൻഡ് അത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണോ? യെസ്. ബിക്കോസ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സാമ്പിൾ പറയാം. ഞാൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു സാധാ
അക്കോമഡേഷനിലായിരുന്നു നിന്ന്. പിന്നെ എനിക്കിവിടെ പാർട്ട് ടൈം ജോബൊക്കെ ആയി ഞാൻ ഏൺ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വേറെ നല്ലൊരു സ്ഥലത്ത് ഇങ്ങനെ ലെറ്റിംഗ് ഏജൻസി ത്രൂ തന്നെ നമുക്ക് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ വീടുകളിലോട്ട് മാറിയാൽ നമ്മുടെ പേരിൽ കോൺട്രാക്റ്റ് വരും, നമുക്ക് ടാക്സ് ഒക്കെ ക്ലെയിം ചെയ്യാൻ പറ്റും. സോ നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ മാറാൻ വേണ്ടി ഞങ്ങൾ ഡിസൈഡ് ചെയ്ത സമയത്ത് എനിക്കറിയാം മിനിമം ഒരു 10 to 20 ലെറ്റിംഗ് ഏജൻസിയിൽ ഞാൻ ഡയറക്റ്റായിട്ട് പോയി ചോദിച്ചു. അവിടെ പറഞ്ഞു അവർക്കൊന്നും ലെറ്റ് ചെയ്യാൻ നമുക്ക് മേടിക്കാൻ വീടുകളുണ്ടാവും, പക്ഷേ റെൻറ്റിന് കൊടുക്കാൻ അവർക്കൊരു പ്രോപ്പർട്ടി ഇല്ല. അത്രയും ക്രൈസിസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അത്രയും സ്റ്റുഡൻസ് എസ്പെഷ്യലി എനിക്ക് വേണ്ടത് ഡബ്ലിന് തന്നെ, ഞാൻ വർക്ക് ചെയ്യുന്ന ഡബ്ലിനായതുകൊണ്ട്. സോ ഡബ്ലിനിൽ അത്രയും ക്രൈസിസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു സ്ഥലത്തും അവർക്ക് ഹൗസസ് അവൈലബിൾ ആയിട്ടല്ല. അപ്പം ഞാൻ ചോദിച്ചു 1 BHK അല്ല 2 BHK 3 BHK എത്രയെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടോ? കാരണം നമുക്ക് ഫ്രണ്ട്സിനെ ഗ്യാദർ ചെയ്താൽ മതിയല്ലോ. ഇപ്പോൾ 3 BHK ആണെങ്കിൽ അതനുസരിച്ച് ആൾക്കാരെ കൂട്ടിയാൽ മതിയല്ലോ. അതിനൊന്നും അവർക്ക് ഒരു പ്രോപ്പർട്ടി അവൈലബിൾ അല്ല. എന്നിട്ട് ഞാൻ പിന്നെ നമുക്കറിയാം ഡാഫ്റ്റ് അങ്ങനത്തെ കുറേ വെബ്സൈറ്റ്സ് ഉണ്ടല്ലോ, അങ്ങനെ വെബ്സൈറ്റ്സ് പോയി അവിടെ വ്യൂവിങ്ങിന് പോയി കുറേ വ്യൂവിങ്ങിന് തന്നെ നമ്മളെ റെയറായിട്ടേ വിളിക്കുന്നുള്ളൂ. നമ്മളെത്ര പേ സ്ലിപ്പ്, നമ്മൾ ഇത്ര പേരുണ്ട്, ഇത്ര സാലറി ഉണ്ട്, നമ്മൾ പാർട്ട് ടൈമേഴ്സാണ്, അത് വേറെ ഒരു സീൻ. എന്നാലും നമുക്ക് ഇത്ര ഉണ്ടെന്ന് പറഞ്ഞാലും അവർ നമ്മളെ വിളിക്കുന്ന പോലുമില്ല. ആകെ ഒരു 2-3 സ്ഥലത്ത് മാത്രമേ വ്യൂയിങ്ങിന് തന്നെ വിളിച്ചിട്ടുള്ളൂ. അതിൽ തന്നെ അവർ കുറേ ക്രൈറ്റീരിയാസ് പറയും. നിങ്ങൾ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നവരാണോ, നിങ്ങളുടെ പേ സ്ലിപ്പിൽ ഇത്ര സാലറി വരുന്നുണ്ടോ, നിങ്ങൾ എത്ര പേര് നിൽക്കുന്നുണ്ട്, അതൊക്കെ സ്റ്റുഡൻസിനെ മീറ്റ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൾട്ടാണ്. എന്നിട്ടാണ് ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഞാൻ ഡാഫ്റ്റിൽ നോക്കിയിട്ട് 3-4 വ്യൂയിങ്ങിന് പോയിട്ട് ഒരിടത്ത് മാത്രമേ എനിക്ക് ഓക്കെ പറഞ്ഞോളൂ. ആ അക്കോമഡേഷനിലാണ് ഞാനിപ്പം നിൽക്കുന്നത്. ഒരിടത്ത് മാത്രമേ അവർ ഓക്കെ, ഈ പേ സ്ലിപ്പ് ഓക്കെയാണ്, നമുക്ക് വീട് തരാം എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞോളൂ. വേറെ എവിടെയും കിട്ടിയിട്ടില്ല ഇതുവരെ. ഇപ്പോഴും അത് സ്റ്റിൽ ഒരു സ്ട്രഗിളാണ്. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ മെയിൻലി യൂണിവേഴ്സിറ്റീസും കോളേജസ് എല്ലാം ഉള്ളത് ഡബ്ലിനിലാണ്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും എല്ലാവരും വരുന്നതും ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് ഉള്ളതും ഇവിടെയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ നമ്മളൊരു ഫാമിലിയായി നമുക്ക് വേറെ ജോലിയൊക്കെ കിട്ടി നമ്മളൊരു വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്നർ കൗണ്ടീസിലോട്ട് റീലൊക്കേറ്റ് ചെയ്യുന്നത്. ബട്ട് അതുവരെ എല്ലാവരും ഇവിടെ തന്നെയാണ്. സോ അതൊരു മെയിൻ പ്രശ്നം തന്നെയാണ്. സൈക്കോളജി കംപ്ലീറ്റ് ചെയ്ത് അയർലൻഡിലേക്ക് വരുന്ന സ്റ്റുഡൻസിനോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നാട്ടിൽ സൈക്കോളജിസ്റ്റിനൊരു രജിസ്ട്രേഷൻ ബോർഡുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അയർലൻഡിലും രജിസ്ട്രേഷൻസ് ഉണ്ട്. അതിൽ സൈക്കോളജിസ്റ്റിന് വരുന്നതാണ് PSI സൈക്കോളജി സൊസൈറ്റി ഓഫ് അയർലൻഡ്. അതിനെല്ലാം നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ PG PhD എല്ലാം നമുക്ക് അതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. സോ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ നോക്കുന്ന ആളാണെങ്കിൽ ആ വെബ്സൈറ്റ് എടുത്ത് നോക്കുക. ഇപ്പം ബാച്ചിലേഴ്സാണ് കഴിഞ്ഞെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് ഇൻ്റർനാഷണൽ പോർട്ടലുണ്ട്, അതിൽ കയറിയിട്ട് ക്രൈറ്റീരിയാസ് നോക്കിയിട്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. PG ആണ് കഴിഞ്ഞെങ്കിൽ അങ്ങനെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതിനൊരു ഫീ ഉണ്ട്. ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഒരു 4 to 6 months ആണ് അതിൻ്റെ പ്രോസസ്സിങ് ടൈം. സോ നമുക്ക് PSI കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ പ്രോപ്പർ സൈക്കോളജിസ്റ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് നമുക്ക് വേറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇഫ് യു വാണ്ട് ടു വർക്ക് ആസ് എ സൈക്കോളജിസ്റ്റ് നമുക്ക് എന്തായാലും PSI റെക്കഗ്നീഷൻ കിട്ടണം അല്ലേ? സൈക്കോളജി കംപ്ലീറ്റ് ചെയ്തവർക്ക് അയർലൻഡിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? സോ ഓക്കെ, നാട്ടിലാണെങ്കിൽ ഇത്രയും വൈഡ് വെറൈറ്റീസ് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഞാൻ കേട്ടിട്ടില്ല. മേ ബി എൻ്റെ ലാക്ക് ഓഫ് നോളജ് കൊണ്ടായിരിക്കാം. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് സോഷ്യൽ കെയർ വർക്കറായിട്ടാണ്. ഈ ജോബ് ഡെസിഗ്നേഷനൊന്നും ഞാൻ നാട്ടിൽ കേട്ടിട്ടില്ല. സോഷ്യൽ വർക്കറുണ്ട്, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്, അതിവിടെ ഉണ്ട്. സോഷ്യൽ കെയർ വർക്കർ ആയിക്കോട്ടെ, ഡിസബിലിറ്റി വർക്കർ, കമ്മ്യൂണിറ്റി വർക്കർ, ഇതൊന്നും ഞാൻ നാട്ടിൽ കേട്ടിട്ടില്ല. ഇതെല്ലാം അയർലൻഡിൽ വന്ന പിന്നെയാണ് ഞാൻ ഡിസ്കവർ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇത് ആക്ച്വലി ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സോഷ്യൽ കെയർ വർക്കറായിട്ടാണ്. ഞാൻ വന്ന ടൈമിൽ സൈക്കോളജി കഴിഞ്ഞവർക്ക് സോഷ്യൽ കെയർ വർക്കറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം നവംബർ ലാസ്റ്റ് തൊട്ട് അത് പറ്റില്ല. അറ്റ്ലീസ്റ്റ് യു ഷുഡ് ഹാവ് 2 to 5 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ EU ആസ് എ സോഷ്യൽ കെയർ വർക്കർ. എന്നിട്ട് അത് നമ്മൾ കോറു അപ്ലൈ ചെയ്ത്, കോറു എന്ന് പറയുന്നത് PSI പോലെ വേറൊരു രജിസ്ട്രേഷൻ ബോർഡാണ്. അത് കോറു രജിസ്ട്രേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് സോഷ്യൽ കെയർ വർക്കറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് സ്റ്റിൽ അതല്ലാണ്ട് സൈക്കോളജി കഴിഞ്ഞവർക്ക് കമ്മ്യൂണിറ്റി വർക്കറായിട്ട്, ഡിസബിലിറ്റി വർക്കറായിട്ട്, ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട്, അങ്ങനെ വേറെ കുറേ
ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും. അയർലൻഡിലേക്ക് വരുന്ന സ്റ്റുഡൻസിന് കൊടുക്കുന്ന അഡ്വൈസസ് എന്തൊക്കെയായിരിക്കും ബേസ്ഡ് ഓൺ മെൻ്റൽ ഹെൽത്ത്, അക്കോമഡേഷൻ ആൻഡ് ഓൾസോ ഓൺ സോഷ്യൽ കെയർ വർക്ക്? ഞാൻ അയർലൻഡിൽ വന്നത് പ്ലാൻ ഇല്ലാണ്ട് വന്ന ഒരാളാണ്. ഞാൻ ആക്ച്വലി പോകാൻ പ്ലാൻ ചെയ്തത് എൻ്റെ പ്ലാൻഡ് കൺട്രി കാനഡയായിരുന്നു, ടു ബി ഓണസ്റ്റ്ലി. അവിടെ ഞാൻ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് അവിടെ 2 കോളേജസിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നതുമാണ്. ആ ടൈമിലാണ് ഇന്ത്യ കാനഡ ആയിട്ടുള്ള പ്രശ്നം വന്ന സമയത്ത് അത് ഞാൻ ഡ്രോപ്പ് ചെയ്തത്. പിന്നെ അവിടെയും സ്റ്റുഡൻസിൻ്റെ നമ്പർ ഓഫ് റേറ്റ്സ് കൂടി വരുവാണല്ലോ. സോ നമ്മളൊരു കൺട്രി ചൂസ് ചെയ്യും, അത് എനിക്ക് പറ്റിപ്പോയ മിസ്റ്റേക്കാണ്. സോ ഇനി വരുന്ന സ്റ്റുഡൻസ് പറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യാം, നമ്മളൊരു കൺട്രി ചൂസ് ചെയ്യുമ്പം ആ കൺട്രി നമ്മൾ നന്നായിട്ട് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുക. ഓക്കെ, നമുക്കൊരു കോളേജിൽ നിന്ന് ഒരു ഓഫർ ലെറ്റർ ഒരു കൺട്രിയിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞിട്ട് ചാടിക്കയറി പോവാതിരിക്കുക. നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ആ കൺട്രിയിലെ വർക്ക് കൾച്ചർ എങ്ങനെയാണ്, അവിടുത്തെ സാലറി സ്കെയിൽ എങ്ങനെയാണ്, അവിടുത്തെ വെതർ എങ്ങനെയാണ്. വെതർ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അത് ഞാൻ ഇവിടെ വന്നിട്ടാണ് അറിയുന്നത്. എനിക്ക് ഇവിടുത്തെ അയർലൻഡിലെ തണുപ്പ് പോലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാനാണ് കാനഡ പോകാനിരുന്നത്. അപ്പോൾ അവിടെ പോയി ഞാൻ എന്ത് ചെയ്തതെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്. സോ വെതർ നമ്മൾ എത്ര പറഞ്ഞാലും അതൊരു എക്സ്റ്റെൻഡ് വരെ അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പം വെതർ നമുക്ക് കോപ്പ് ചെയ്യാൻ പറ്റുമോ, പിന്നെ വർക്ക് കൾച്ചർ, നമ്മുടെ സ്റ്റഡീസ് നന്നായിട്ട് പഠിക്കേണ്ടി വരും. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് സ്പൂൺ ഫീഡിങ് എവിടെയില്ല. അത് എല്ലാവരും പറയുന്നത് സ്പൂൺ ഫീഡിങ് നാട്ടിലെ കോളേജസിൽ എപ്പോഴും സ്പൂൺ ഫീഡിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴും അവരതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. ഇവിടെ നിനക്ക് വേണമെങ്കിൽ നീ പഠിക്കുക, നീ പാസ്സാവുക, നീ നിൻ്റെ കാര്യം നോക്കി പോവുക. ആരും ബാക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല. നാട്ടിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് എല്ലാം ഉണ്ടായിരിക്കും. കുറേ ഗ്യാതറിങ്സ് ഉണ്ടായിരിക്കും, കുറേ ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. സോ നമ്മളൊരു മെൻ്റൽ സ്ട്രെസ് ആണെങ്കിലും നമുക്ക് റിലീഫ് ചെയ്യാൻ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഫാമിലി ഗ്യാതറിങ്സ്, പരിപാടി, അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്കതില്ല. ഇവിടെ വർക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ വീട്ടിൽ പോവുക, എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുക, പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കതേ ഉള്ളൂ, ഒരു മൂവിക്ക് പോവുക. ഇതിനപ്പുറം വേറൊരു ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവാൻ ഭയങ്കര പാടാണ്. ഒന്നാമത് അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആക്ടിവിറ്റീസ് ആയിരിക്കും, നമ്മളെ കൊണ്ട് സ്റ്റുഡൻസിനെയും കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ രണ്ടാമത് നമുക്ക് എല്ലാത്തിനും കൂടെ ടൈമും കിട്ടത്തില്ല. സോ ഇതെല്ലാം നമ്മളൊരു കൺട്രി ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതെല്ലാം നോക്കിയിട്ട് വേണം വരാൻ. ചുമ്മാ ചാടിക്കയറി ഓക്കെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല. പിന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡൗൺ ആയിട്ട് തോന്നുകയാണെങ്കിൽ വി ഷുഡ് സീക്ക് ഹെൽപ്പ്. ആരും ഇപ്പോൾ വീഡിയോ കോൾ ചെയ്യുന്ന പാരൻസിന് അറിയില്ല നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുക. അൺടിൽ ഓർ അൺലെസ് നമ്മളത് ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ ആർക്കും അറിയില്ല. ഇപ്പം നാട്ടിൽ ഫ്രണ്ട്സൊക്കെ വിളിക്കുന്ന സമയത്തും അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് അറിയില്ല നമ്മളിവിടെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ നോക്കുമ്പോൾ എന്താ നീ പുറത്ത് പോയല്ലോ, നിൻ്റെ ലൈഫ് ഹാപ്പി അല്ലേ, നിൻ്റെ പഠിത്തം കഴിഞ്ഞല്ലോ. അവർക്കറിയില്ല നമ്മുടെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക അൺലെസ് ഓർ അൺടിൽ നമ്മളത് പറഞ്ഞില്ലെങ്കിൽ. സോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഓപ്പൺ അപ്പ് ചെയ്യും. ഇപ്പം ഇവിടെ നമുക്ക് ഫ്രണ്ട്സ് ഇല്ലെങ്കിലും നാട്ടിൽ നമുക്ക് ഫാമിലി ഉണ്ട്, നമുക്ക് സിബ്ലിങ്സ് ഉണ്ട്, നമുക്ക് നല്ല ഫ്രണ്ട് സർക്കിളുണ്ട്. ഇവിടെ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഡിപ്രഷൻ മൂഡിൽ പോയി അയ്യോ എനിക്ക് ആരുമില്ല അങ്ങനെ വിചാരിക്കാണ്ട് നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യുക, നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യുക. നമുക്ക് അവർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക, അതൊക്കെ ഉള്ളൂ. So that's a wrap. So it was a good and a pleasant chat with you, Nita. Me too. Thank you so much. Thank you so much for coming to my podcast. Yeah.